നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ചെറുക്കന്റെ ആത്മവിശ്വാസം തകർക്കണം. എക്സ്പെരിമെന്റുകൾ എല്ലാം പരാജയപ്പെടണം. അവനെ ഓർത്ത് അഭിമാനിക്കാനല്ല, മറിച്ച് കരയാനുള്ള അവസ്ഥ ഉണ്ടാക്കണം നന്ദിതയ്ക്കും ശരണ്യയ്ക്കും. അത്തരമൊരു റൂട്ടിലേക്ക് സഞ്ചരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. സഞ്ചരിച്ചു എന്ന് പറയുമ്പോ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഇപ്പോഴല്ല, ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് എക്സിബിഷൻ ഹാളിനകത്ത്, ഒരു അറ്റൻഡർ. വാ നീരജ, ഇവിടെ വന്നതിന് ശേഷം ഇതും എനിക്കെന്റെ സ്വന്തം ലോഡ്ജ് പോലെ. ഞാൻ പൊതുവെ അങ്ങനെയാണ്, എവിടെ ചെന്നാൽ അതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടതാവും. ഞാൻ വരുന്നില്ല വിവേക്. ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാൽ എനിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്താം, അവിടുന്ന് വീട്ടിലേക്കും. അതുകൊള്ളാം, ഇത്രയും നേരം എൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട്. എടാ, വീട് വരെ ഞാൻ കൊണ്ടുവിടാലോ. ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന എന്തിനാ? എനിക്ക് ബസ് കയറി പോകുന്നതൊക്കെ നല്ല ശീലോ, ചെറുപ്പം മുതലേ. എടോ, ശീലങ്ങളൊക്കെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ദേ, ചുമ്മാ അതും ഇതും പറഞ്ഞേക്കാതെ അകത്തേക്ക് പോവാം. ദേ, എന്റെ കൂടെ റൂമിൽ വരാന്ന് പറഞ്ഞതാ നീ. പറഞ്ഞതൊക്കെ തന്നെയാ. അതിപ്പോ എന്തോ എനിക്ക് തിരികെ പോകാനാ തോന്നുന്നേ. ശരി, എന്നാ പിന്നെ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഈ അറ്റ്മോസ്ഫിയർ അത്ര ശരിയല്ല. ബാലമാവൻ സ്ഥിരം ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. മാത്രമല്ല, ഇവിടെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. കണ്ടു കഴിഞ്ഞാ പിന്നെ അതിന് സമാധാനം പറയണം. നിനക്കറിയില്ലേ, ബാംഗ്ലൂരിലെ സംസ്കാരമൊന്നും അല്ല ഇവിടെ.